അയ്യൂബ് ഖാൻ റോട്ടിൽ ആണുള്ളത് കേട്ടോ. നമുക്ക് ജസ്റ്റ് നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. മൈ നെയിം ഈസ് അലി. ഞാൻ രണ്ടത്താണി അയ്യൂബ് ഖാൻ റോട്ടിലാണുള്ളത്. അയ്യൂബ് ഖാൻ റോട്ടിൽ എല്ലാ വീടുകൾക്കും വെള്ളം കയറിയിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾ രണ്ടത്താണിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതിൻ്റെ പുതിയ ദൃശ്യങ്ങളിലോട്ടാണ് ഇന്ന് വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഇവിടെ മുതലിട്ടിരിക്കണ്. ഇവിടെ ഒരു വീടിൻ്റെ എൻട്രൻസ് ആണ്. ഇതുണ്ട്, പുതിയ വീട് ഗേറ്റൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടില്ല, വെള്ളം കയറാതിരിക്കാൻ വേണ്ടി കെട്ടിയതാണ്. ഇവിടെ വലിയ കെട്ട് കെട്ടിയത് അതൊന്നും ഒക്കെ ഒലിച്ചു പോയി. ഉണ്ടാവും അതേമാതിരിക്കും കല്ലും ഇതൊക്കെ ആ വീടിൻ്റെ മുറ്റത്ത് കിടക്കുന്നുണ്ടോ, ഒലിച്ചു പോയതാണ്. ഇവിടുത്തെ കല്ലുകളാണ്. വെള്ളത്തിൻ്റെ ഫോഴ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഉണ്ടോ, ഈ കല്ലുകളാണ്. നിസാൻ ഓളോ ബ്രിക്സിൻ്റെ കല്ലാണ്. ഒലിച്ചു പോയി മുറ്റത്ത്. മഴവെള്ളം കുത്തിയൊലിച്ച് വന്നത് കാരണം ഇവിടുത്തെ വീടുകളിലൊക്കെ കിണറുകളൊക്കെ മഞ്ഞ വെള്ളമായിട്ടുണ്ട്. കുടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഗേറ്റിൻ്റെ അടിയിലേക്ക് നോക്കിയിട്ടാണ്. ചളിയാണിത്. ഇതല്ല, ഈ വീട്ടിലേക്കൊക്കെ അടിച്ച് കയറിയിട്ട് കണ്ട. ഞാനിതാ ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ വന്നത് ഫുള്ളായിട്ട് മണ്ണ് കോരിയതായിരുന്നു. ഇതെനിക്ക് ഒരു 6 അടി 7 അടി ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അത് പോയി. ഇപ്പോൾ വേണ്ട, ഇപ്പം ഞാൻ ഇങ്ങനെ പോകണം. ഇപ്പം ഞാൻ എൻ്റെ ബൈക്കിന് ഇങ്ങനെ താന്നിട്ടാണ് ഞാൻ ഇതവിടെ എത്തിയത്. ഇപ്പം എനിക്ക് ഈ രണ്ടത്താണി ഈ പൊളിയിൽ നിന്ന് അപ്പുറം പൊളിക്ക് എനിക്ക് പോകാനുള്ള ആകെ ആശ്രയമാണ് ഇപ്പോൾ ഈ കലിങ്ക്. എന്താ ഇവിടെ ഇപ്പോൾ ഫുള്ള് മണ്ണ് വന്ന് ഫുള്ള് കോരിയതായിരുന്നു. മണ്ണ് വന്ന് അടിഞ്ഞ് വേണ്ട, ഇന്നലെ ഇട്ട കോൺക്രീറ്റൊക്കെയാണിത്, ഒലിച്ചു വന്നാണ്. അപ്പോൾ ഇവിടെ മണ്ണ് വന്ന് അടിഞ്ഞിപ്പോൾ എനിക്ക് നേരൊക്കെ നടക്കാൻ വയ്യ. കണ്ട, ഞാൻ നടക്കുന്നതിൻ്റെ തല മുട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ 2-4 ഭാഗത്തു നിന്നുള്ള ഡ്രൈനേജാണ് ഇപ്പോൾ ഇവിടെ ശരിയാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇതൊക്കെ ഇതിലേക്ക് കണക്റ്റായി കഴിഞ്ഞാൽ ഇവിടെ എന്താവോ എന്നുള്ളത് പടച്ചോന് മാത്രമേ അറിയുള്ളൂ. കണ്ട, ഈ ബിൽഡിംഗ് ഒക്കെ കണ്ട വലിയ വിഷയത്തിൽ ഇതൊക്കെ താഴത്തേക്കൊണ്ട് പോരും. അടുത്ത വലിയ 2-3 നയമ്പാടിയും വന്നാൽ താൽക്കാലികമായിട്ട് കുട്ടികൾക്ക് നടക്കാൻ വേണ്ടിയിട്ട് സ്കൂൾക്ക് കുട്ടികൾക്ക് ക്രോസ് ചെയ്യാൻ ഒരു മാർഗവും ഇല്ല. ഇത്രയും ഹൈറ്റിലാണ് കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നത്. അങ്ങനെ സെറ്റപ്പ് ഇന്നലെ കണ്ട മഴയപ്പോൾ ഒക്കെ ഒലിച്ചു പോയത്. ആ സിമെന്റുകളാണ് അവിടെ ഉള്ളത്. ഇത് ഇങ്ങോട്ട് കണക്റ്റ് ആവണോടോളം ഇതവിടെ ഇപ്പോൾ നമ്മൾ KNRCL ഓഫീസിലൊക്കെ പോയിട്ട് ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി. ഇവിടുന്ന് മെമ്പർമാരും ഇവരൊക്കെ പോയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കടകൾക്കൊക്കെ വെള്ളം കയറിയപ്പോൾ അവിടെ എമർജൻസി ആയിട്ട് ഇവിടെ ഡ്രൈനേജിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കടകളിലെ സാധനങ്ങളൊക്കെ നശിച്ച് വെള്ളം ഓവറായിട്ട് കടകൾക്ക് കയറിയിട്ട് അപ്പോൾ പെട്ടെന്ന് കോൺക്രീറ്റിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ വെള്ളം കോൺക്രീറ്റ് ചെയ്തൊക്കെ ഒലിച്ചു പോയതാണ് ഇപ്പോൾ ഇത്. അവിടെ പണികൾ നടക്കുന്നുണ്ട് ഉഷാറായിട്ട്, മണ്ണ് കോരിക്കൊണ്ടിരിക്കുന്നുണ്ട. ഇത് അവിടുന്ന് മേലെ നിന്നുള്ള ഇങ്ങോട്ടുള്ള വെള്ളവും അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വെള്ളവും ഒക്കെപ്പാടെ നമ്മളെ ഇവിടെയാണ് തുറന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ അയ്യൂബ് ഖാൻ റോട്ടിലുള്ളവരും പിന്നെ നമ്മളെ പോലത്തെ അവിടെ താഴെയുള്ള വീടുകളൊക്കെ സ്ഥലം വിട്ട് പോകാൻ നല്ലത്.
സ്ഥലമൊക്കെ വിറ്റിട്ട് വേറെ ഇവിടെ ഒരു ഓപ്ഷൻ ഇല്ല. കാരണം പണികൾ ചെയ്തിട്ടില്ലെങ്കിൽ 7 മീറ്ററോളം ഹൈറ്റിലാണ് ഇപ്പോൾ ഇവിടെ മതിൽ വന്നിട്ടുള്ളത്. ഇവിടുന്ന് നോക്കിയാൽ അപ്പൊളിയിലുള്ള ഒരു ബിൽഡിങ്ങുകളൊന്നും കാണാൻ സാധിക്കില്ല. ഇതാണ് നമ്മളെ CP ഹാർഡ്വെയർ. ഇവിടെയാണ് റേഷൻ പീടി ഉള്ളത്. ഇന്നലെ നമ്മൾ കാണിച്ചതാണ്. ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രായമായ ഒരാളാണ്. ആൾ ഏകദേശം 6 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു 4 വയസ്സായ കുട്ടിക്ക് 5 വയസ്സായ കുട്ടിക്ക് മാത്രമാണ് ഇവിടേക്ക് കടന്നു പോകാൻ കഴിയുക. അത്രത്തോളം ചളി പൊന്തിയതുകൊണ്ട് ഇതിനുള്ളിൽ കൂടെ നടക്കാനും വയ്യ. വേറെ മാർഗമില്ല. കടക്കാനും വഴിയില്ല. ഫാമിലി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പുറത്തേക്ക് ഓട്ടോറിക്ഷ വിളിക്കണോ അത് നടന്നു പോകണോ ക്രോസ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യല്? വല്ലാത്തൊരവസ്ഥയാണ്. തല മുട്ടണ നോക്കിട്ടാ ചളി കൂടിയിരിക്കണ്. ഹൈറ്റ് കുറവാണ്. ഊന്ന് പോകേണ്ടി വരും. നടക്കാനൊരു മാർഗമില്ലാതെ ആലോചിച്ച് നിൽക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ഫാമിലിയൊക്കെ. ഇതാണ് പണ്ടത്താണിയിലെ അവസ്ഥ. മാക്സിമം ഷെയർ ചെയ്യണം ഫ്രണ്ട്സ്. അധികാരികൾക്ക് എത്തുന്ന വരെ നമ്മളത് ഷെയർ ചെയ്യണം. ഞാൻ ആൾക്കാരെ ദുരിതങ്ങള് തല മുട്ടണ നോക്കിട്ടാ. അവിടെ ഹൈറ്റ് കുറവാണ് കേട്ടാ. തല നോക്കി ഇതാ നമ്മളെ അങ്ങാടിയില് ഡ്രൈനേജിന്റെ പണികള് വൃത്തിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ തലയിൽ കയറി കളക്ടർ. എങ്ങനെയുണ്ട് ഇന്നത്തെ വ്യാപാരം? പണി നടക്കുന്നുണ്ട്. പക്ഷെ ആരും വരാൻ പറ്റും. ഒരാൾക്ക് കൊണ്ട് വരാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ മലഞ്ചരക്കായതുകൊണ്ട് നമുക്ക് ഒരുപാട് വണ്ടിയിലാണ് സാധനങ്ങൾ വരാനുള്ളത്. അതൊക്കെ വളരെ പ്രയാസത്തിലാണ്. ഇപ്പോൾ വലിയ ലോറി വേണമല്ലോ ഇവിടെ നിർത്താനില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ കടയിൽ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങൾ വന്ന് ആ ഇതിലേക്ക് നോക്കുക. അതൊക്കെ അതിൽ കത്തിപ്പോയ സാധനങ്ങളാണ്. ഇതൊക്കെ ഇങ്ങോട്ട് വെള്ളം കയറിയിട്ട് ഇതെങ്ങനെ കത്തണ്? ഇൻവേർട്ടർ ഷോർട്ട് ആയിട്ട് ഇത് കടയിലേക്ക് വെള്ളം കയറിയിട്ട് സാധനങ്ങളൊക്കെ വേണ്ട വെള്ളം കയറിയിട്ട് ഇൻവേർട്ടർ ഷോർട്ടായിട്ട് കത്തിയതാണ്. പാൽപ്പൊടിയൊക്കെയാണ്. എത്ര കിലോന്റെ പാൽപ്പൊടിയാണ്? 10 കിലോന്റെ പാൽപ്പൊടിയൊക്കെയാണ് കത്തി നശിച്ചിക്കണ്. കണ്ട എന്താ ചെയ്യാ? ആരോട് പറയാനില്ലേ? ഇതിനൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞതൊക്കെ ഈ കമ്പനി ഇതിനൊക്കെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ട ശരിക്ക്. തീർച്ചയായിട്ടും. പക്ഷെ അവര് യാതൊരു മൈൻഡ് ചെയ്യണില്ല. അവരോട് പരാതികളൊക്കെ പറഞ്ഞെങ്കിലും അവര് വേണ്ടമായിട്ടുള്ളൊരു പിന്നെ റെസ്പോൺസ് ചെയ്തില്ല. ഇനിയിപ്പോ ആരോടെ പരാതിപ്പെടേണ്ടി? എന്താ നമ്മൾ സഹിക്കല്ല. അതൊക്കെ എന്താ ചെയ്യാ?
പിന്നെ വ്യവസായ വകുപ്പിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളതാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള ടൗണിലുള്ള ഓരോ വിഷയങ്ങളുണ്ട്, എനിക്കവിടെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പോൾ ഈ റോഡ് പണിയും ഇവന്മാർക്ക് റോഡ് അടക്കേണ്ടൊക്കെ ഭാഗമായിട്ട് കസ്റ്റമർ കുറഞ്ഞുകൊണ്ട് ഞാൻ കട പൂട്ടി പോയി എന്ന് പറഞ്ഞു. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ സഹായിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞു. നമ്മളെ സ്ഥിതി ഇപ്പൊ ഏകദേശം അവർക്ക് തന്നെ വരും തോന്നുന്നുണ്ട്. വണ്ടിയിലെ ഈ ഫ്രണ്ടിലൊക്കെ ഒരു വണ്ടിക്ക് വരാൻ പ്രയാസം, ഇങ്ങോട്ട് കിടക്കാൻ പറ്റൂല, കസ്റ്റമർക്ക് വരാൻ പറ്റൂല, അതുപോലെ വാഹനങ്ങൾക്ക് ഇവർക്ക് മലഞ്ചരക്ക് കൊണ്ടുപോകാനും ഇറക്കാനും പിടിക്കാനൊന്നും പറ്റൂല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഒരു 1-2 ദിവസമൊന്നുമല്ല, വർഷമായില്ല. ഇവിടൊക്കെ ഇപ്പൊ കെട്ടിയതാണല്ലേ, വെള്ളം കയറിയിട്ട് ഇവിടക്കൊക്കെ വെള്ളം കയറിയില്ല, മൊത്തം ചളിയണ്ട, സാധനങ്ങളൊക്കെ നശിച്ച് രണ്ടത്താണ് ഈ ഗ്ലാസ് മാർട്ടാണ്, ഗ്ലാസിന്റെ പണികളൊക്കെ എടുക്കുക. ഇതൊക്കെ ഇപ്പൊ പുതുതായിട്ട് കെട്ടിയാണ് വെള്ളം കയറിയിട്ട്. നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്. എന്താണ് മിസ്റ്റർ റഫീഖ്, അസ്സലാമു അലൈക്കും. എന്താണ് റോഡ് സൂപ്പറല്ലേ? ഞങ്ങളെ കാര്യം കൊണ്ട് കൈമാരിയായി. അല്ല, പ്രത്യേകിച്ച് ഓട്ടം കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നാട് പോകണമെങ്കിൽ ഓട്ടത്തെ വിളിക്കണല്ലേ? ഈ പൊളിയിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് കിടക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? 30 രൂപ കൊടുക്കണം. ഈ റോഡ് മതിൽ വന്നത് കാരണം. ഓക്കെ, എത്ര കിലോമീറ്റർ ഉണ്ടാവും? 1 കിലോമീറ്റർ ഉണ്ടാവും. 3/4 കിലോമീറ്റർ. 1 കിലോമീറ്ററിന് മേലെ ഉണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തേക്ക് 1.5 കിലോമീറ്റർ അപ്പുറം ഉണ്ടാവും. അപ്പുറം പൊളി ഓപ്പോസിറ്റ് കിടക്കണമെങ്കിൽ ഒന്ന് പോയിക്കോ. കലിങ്കാണ് കണ്ടെത്താണ് പുതിയത്. ഞാൻ മീൻ വാങ്ങിക്കാൻ വന്നാട്ടാ. പൂന്തോട്ടിൽ വരുന്ന നല്ല വൃത്തിയുള്ള എന്താ കോയിൻ്റെ ആടിൻ്റെ എന്തോ തൊലിയാണ്, നാറിയിട്ട് വയ്യ. ഇതൊക്കെ റോട്ടിലിടുന്നവർ നോക്കി. ഇനി ഇവിടുന്ന് ആണ്ടുള്ള ഈ റോഡ് അയ്യൂബ് ഖാൻ റോഡ് ടൗണിലുള്ള മൊത്തം വെള്ളം പോണ വഴിയൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ലെങ്ത് ആക്കണ്ട. റോഡ് ഈ തോട് എങ്ങനെ പോകണമെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളി. വീതികൾ അത്രയും വെള്ളം ഇവിടെ ഉൾക്കൊള്ളോ ഒക്കെ ഒന്ന് കണ്ടാളി. അതിൻ്റെ തോടിൻ്റെ ഹൈറ്റ് ഇത് ചെന്ന് എത്തുന്നത് എങ്ങനെയാണെന്നും പാടി ഒന്ന് കണ്ടാളിട്ടോ എല്ലാവരും. സ്പീഡിൽ ഓടാൻ ഞാൻ. ഇതിപ്പോൾ പുതിയ കെട്ടിയൊരു മതിലാണ്, വെള്ളം കൊണ്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. മതിലൊക്കെ പുതിയ കെട്ടിയ മതിലുകളൊക്കെ പൊളിഞ്ഞ് വീഴാൻ ചാൻസ് ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ഇടരുത് കേട്ടോ. ആരുടെ നിങ്ങൾ ഫുഡിൻ്റെ ഇട്ടാലും വേണ്ടില്ല. നമ്മളെ ഫുള്ള് കച്ചറ പ്ലാസ്റ്റിക്കുകൾ നമ്മളെ വീടിൻ്റെ അങ്ങോട്ട് വരുന്നത്. ഞാൻ രാത്രി ഒരു 11 മണിക്ക് കടയൊക്കെ അടച്ച് വരുമ്പോൾ അവിടെ ഫുള്ള് ഈ കച്ചറകൾ വന്നിട്ട് അടിഞ്ഞിട്ട് നിങ്ങൾ അപ്പുറത്തുള്ളവരോടൊക്കെ പറയണം കേട്ടോ. പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ അതിൻ്റെതായിട്ടുള്ള കർമ്മസേനൻ്റെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ഇടേണ്ട ആവശ്യമില്ല. ഇവിടെ ഇത് കണ്ട അവിടെ കുറേ ഇവിടെ കത്തിച്ച് എന്തെല്ലോ വയ്ക്കണ്. ഇത് കണ്ടോ? ഇതാണ് കണ്ടില്ല, ഇവിടെ കഴിഞ്ഞ് തോട് കഴിഞ്ഞ് മണ്ണൊക്കെ ഇവിടെ ഒലിച്ച് എടുക്കുന്നുണ്ട. ഇവിടുന്ന് മതിൽ പൊട്ടി ഈ വെള്ളം ഇതിലൂടെയാണ് ഒഴിക്കുന്നത്, നമ്മളെ നേരെ വീട്ടിലേക്കാണ്. കണ്ടില്ല, ഇവിടെ എത്തി മണ്ണ് ഇവിടെ അടിഞ്ഞിട്ടുണ്ട്. ഞാൻ റിവേഴ്സ് തന്നെ പോവാം, എന്നാലേ കാണുള്ളൂ. ഇത് കണ്ടട്ടാ, നമ്മളെ വലിയ ഡ്രെയിനേജിൽ നിന്ന് വരുന്ന വെള്ളം ഫുള്ള് കച്ചറും മണ്ണും
ഇവിടെ അടിഞ്ഞു കൂടി വെള്ളം ഇനി അങ്ങോട്ട് പോവില്ല. അതാണ് തോട്. ഇവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഇവിടെ ഒരു വീടിൻ്റെ തറ വരെ ഉണ്ട്. ഈ മതിൽ പൊട്ടി വെള്ളത്തിൻ്റെ ശക്തി കൊണ്ടാണ് കേട്ടോ ഈ മതിൽ ഇവിടുന്ന് അങ്ങോട്ട് പൊട്ടി ഇതാ കല്ലൊക്കെ കിടക്കുന്നത്. വെള്ളം ഒലിച്ച് നമ്മളെ വീട്ടിലേക്ക് തൊടുവിൽക്കും ഇതാ വന്ന അടയാളാണിത്. ഇവിടുന്ന് കണ്ടിഞ്ഞ് തോടില്ല. ഇപ്പോൾ തോട് ഒഴുകുന്നത് എന്താ കല്ലം വല്യാപ്പോ സാഹിബിൻ്റെ വീട്ടിലേക്കാണ്. എല്ലാവരും കണ്ടാളി. ഇതാണ് തോടിൻ്റെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൽ കൂടെ നോക്കി കാണിച്ചു തരാം. ഇവിടുന്നാണ്ട് തോടില്ല. ഇതാ ഒഴുകിയ വലിയ കുണ്ട്. ഇതാ വെള്ളം ഒഴുകിയ പ്ലാസ്റ്റിക്കൊക്കെ അവിടെ ബ്ലോക്കായി തോട് കഴിഞ്ഞുകൂടെ. ഇപ്പോൾ ഇതാ അയ്യൂബ് ഖാൻ റോഡ് ഒഴുകണത് ഇതാ ഇവിടെ നമ്മളെ കല്ലം ചേക്കുവാക്കാൻ്റെ തൊടുവിൽക്കും പിന്നെ മൂർക്കത്ത് മുറുട്ടിയാജിൻ്റെ അദ്ദുവിൻ്റെ തൊടുവിൽക്കും അതുപോലെ കല്ലം വല്യാപ്പു സാഹിബിൻ്റെ തൊടുവിൽക്കൊക്കെ ഉണ്ട്. വെള്ളം ഒലിച്ചു പോയിട്ട് നല്ല പ്ലാസ്റ്റിക്കുകളും ബോട്ടിലുകളും കച്ചറകളൊക്കെ കിടക്കുന്നുണ്ടോ. ഇതല്ല ഉണ്ടായിട്ട് ശരിക്ക് കണ്ടളി. ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ. ഇനി ഇവിടുത്തെ മെമ്പർമാരും ഇവിടുത്തെ കമ്പനി അധികൃതരും ഇവരൊന്നും ഇത് കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് പണി എനിക്കറിയാം. ഞാനൊരു 4-5 ലോഡ് കരിങ്കല്ല് കൊണ്ടുപോയിട്ട് ഞാൻ ആ കലിങ്കിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ റോട്ടിക്ക് വെള്ളം വരണ്ട, ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ ലോഡ് ഇടാൻ പോവുകയാണ്. അപ്പോൾ മെമ്പർമാരും നമ്മളെ കലക്ട്രേറ്റും PWD എല്ലാവരും വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഗൈസ് വഴങ്ങി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വളരെ റിസ്കി ആയിട്ടാണ് ഇന്ന് വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ വാക്ക് വിത്ത് അലി ഫ്രം രണ്ടത്താണി അയ്യൂബ് ഖാൻ റോഡ്. താങ്ക് യു സോ മച്ച്. ബൈ.